ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഈന്തപ്പഴം കൂടി ചേർത്തിട്ടുള്ള ഒരു പുളിഞ്ചിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്കപ്പോൾ പുളിഞ്ചി തയ്യാറാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഉരുക്കി മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലേക്ക് 2 ക്യൂബ് ശർക്കര ഇട്ടിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഈ ശർക്കര നീര് ഉണ്ടാക്കി വെക്കുകയാണ്. അതിനുശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. അതിനുശേഷം നമ്മൾക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നമുക്ക് എടുക്കാം, അത് നമുക്ക് പ്രശ്നമില്ല. ഇനി ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 കുടം വെളുത്തുള്ളി ഉണ്ട്, 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്. ഇതൊരു 75 ഗ്രാമോളം ഇഞ്ചി ഉണ്ട്. ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് 5-6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്നും നമുക്ക് ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടണം, അതേ ലെവലിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഈ തുള്ളിയുടെ ഒക്കെ കളറ് നമുക്ക് നല്ലപോലെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമ്മളിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയൊക്കെ ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടിയാലാണ് നമുക്ക് ഈന്തപ്പഴം കുറേ ഡേയ്സ് കേടുവരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ വെള്ളം വലിഞ്ഞ് കിട്ടുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിത് ആവശ്യത്തിന് ഒക്കെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടികളാണ്, മസാലപ്പൊടികൾ. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടികൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കര നീര് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ അരിച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ പുളിവെള്ളമാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ടിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ പുളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഞാനത് ആദ്യം തന്നെ വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞിട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ പുളിയുടെ പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഈന്തപ്പഴം ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 10 മുതൽ 15 വരെ ഉള്ള ഈന്തപ്പഴം എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കാം. പിന്നെ കുരു കളയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുരുവൊന്നും കളയാണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു കളയണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം ഒരു കത്തി കൊണ്ട് നമുക്കൊന്ന് നെടുകെ മുറിച്ചിട്ട് കുരു കളഞ്ഞിട്ട് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നല്ലപോലെ കുക്കായിട്ട് കിട്ടും. നമുക്ക് ഈ ഈന്തപ്പഴം നല്ലപോലെ ഒന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിൽ ഇടണം, എന്നാലാണ് നമുക്ക് ഈന്തപ്പഴം നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ ഈ ശർക്കര നീരും ഒക്കെ വറ്റി വരും. പക്ഷെ നമ്മളുടെ ഈന്തപ്പഴം വേണ്ടത്ര രീതിയിൽ വെന്തുണ്ടായിരിക്കില്ല. ഇത് നല്ലപോലെ വെന്ത് കുറുകി കിട്ടിയാലാണ് നമ്മൾ ഈ പുളിഞ്ചി കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഈന്തപ്പഴം നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിടാം.
അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഈ പുളിയിഞ്ചി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുരു കളഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. കുരു കളയാതെ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റും, പക്ഷെ നമ്മളുടെ ഈന്തപ്പഴം വേണ്ടത്ര വെന്തുണ്ടായിരിക്കില്ല. അങ്ങനെ നമ്മളിതിപ്പോൾ വെന്ത് ഇപ്പോൾ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ചൂടാറിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ച് നാൾ കേടുകൂടാതിരിക്കും. അതേപോലെ തന്നെ കണ്ടെയ്നർ എടുക്കുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് ചില്ലിൻ്റെ പോലത്തെ കണ്ടെയ്നർ എടുക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.